ഒന്നാമത്തെ ചോദ്യം, ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻസ്: പീയൂഷഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി. ശരിയായ ഉത്തരം തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ് ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത്. അടുത്ത ചോദ്യം, ശരിയായ കാഴ്ച ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റമിൻ ഏത്? ഓപ്ഷൻസ്: വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ എ, വിറ്റമിൻ ഡി. ശരിയായ ഉത്തരം വിറ്റമിൻ എ ആണ് കാഴ്ച ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റമിൻ. അടുത്ത ചോദ്യം, ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: പിള്ളവാതം, ക്ഷയം, ക്യാൻസർ, ടെറ്റനസ്. ശരിയായ ഉത്തരം ക്യാൻസർ. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻസ്: സെറിബെല്ലം, സെറിബ്രം, തലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ശരിയായ ഉത്തരം സെറിബെല്ലമാണ് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അടുത്ത ചോദ്യം, DPT വാക്സിൻ ഫലപ്രദമല്ലാത്ത താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ്? ഓപ്ഷൻസ്: ഡിഫ്തീരിയ, പോളിയോ, ടെറ്റനസ്, വില്ലൻ ചുമ. ശരിയായ ഉത്തരം പോളിയോ ആണ്. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് പോളിയോയ്ക്കും DPT വാക്സിൻ ഉപയോഗിക്കുന്നത് ഡിഫ്തീരിയ, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് എന്നീ രോഗങ്ങൾക്കുമാണ്. അടുത്ത ചോദ്യം, പേപ്പട്ടി വിഷബാധയ്ക്ക് എതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്, ലൂയിസ് പാസ്റ്റർ, എഡ്വേർഡ് ജെന്നർ, റോബർട്ട് കോച്ച്. ശരിയായ ഉത്തരം ലൂയിസ് പാസ്റ്റർ ആണ് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം, മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏത്? തിമിരം, ഗ്ലോക്കോമ, ദീർഘദൃഷ്ടി, വർണ്ണാന്ധത. ശരിയായ ഉത്തരം തിമിരമാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചതാര്? ലൂയിസ് പാസ്റ്റർ, കാൾ ലാൻസ്റ്റൈനർ, ഹാർവേ, എഡ്വേർഡ് ജെന്നർ. ഉത്തരം എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീഥൈൽ ഐസോസയനേറ്റ്, മീഥൈൽ മെർക്കുറി, കാർബൺ ടെട്രാക്ലോറൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ. ശരിയായ ഉത്തരം മീഥൈൽ മെർക്കുറിയാണ് മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു. അടുത്ത ചോദ്യം, ഇതായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം ഏത്? ആഴ്സനിക്, മെർക്കുറി, കാഡ്മിയം, കർത്തീയം. ശരിയായ ഉത്തരം കാഡ്മിയമാണ് ഇതായ് എന്ന രോഗത്തിന് കാരണം. അടുത്ത ചോദ്യം, ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഓപ്ഷൻസ്: പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയിഡ്, കരൾ, പാൻക്രിയാസ്. ശരിയായ ഉത്തരം പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ എന്ന ഹോർമോണും ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ഭക്ഷണത്തിലൂടെ അബദ്ധത്തിൽ എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം? ഓപ്ഷൻസ്: വൃക്ക, ആമാശയം, കരൾ, ശ്വാസകോശങ്ങൾ. ശരിയായ ഉത്തരം കരളാണ് നമ്മുടെ ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ, ആഹാരത്തിലൂടെ എത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം. അടുത്ത ചോദ്യം, തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പയർ, ഇഞ്ചി, പച്ചമുളക്, തക്കാളി. ഉത്തരം പച്ചമുളകാണ്. തേജസ് എന്നത് സങ്കരയിനം പച്ചമുളകാണ്. അടുത്ത ചോദ്യം, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റമിൻ ഏത്? ഓപ്ഷൻസ്: വിറ്റമിൻ സി, വിറ്റമിൻ ഡി, വിറ്റമിൻ എ, വിറ്റമിൻ ഇ. ശരി ഉത്തരം
വിറ്റമിൻ ഇ ആണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റമിൻ. അടുത്ത ചോദ്യം, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം. ഓപ്ഷൻസ്: ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. ശരി ഉത്തരം ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം. അടുത്ത ചോദ്യം, ABO രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: കാൾ ലൂയിസ്, വില്യം ഹാർവി, കാൾ ലാൻഡ്സ്റ്റൈനർ, കാൾ പിയേഴ്സൺ. ഉത്തരം കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് ABO രക്തഗ്രൂപ്പ് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ. ഓപ്ഷൻസ്: അഡ്രിനാലിൻ, കോർട്ടിസോൾ, തൈറോക്സിൻ, ഇൻസുലിൻ. ശരി ഉത്തരം അഡ്രിനാലിൻ ആണ് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്നത്, അല്ലെങ്കിൽ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ തന്നെയാണ്. അടുത്ത ചോദ്യം, എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏത്? ഓപ്ഷൻസ്: എ, ബി, AB, O. ശരി ഉത്തരം AB രക്തഗ്രൂപ്പാണ് എല്ലാ രക്തഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ AB രക്തഗ്രൂപ്പ് സമ്പൂർണ്ണ സ്വീകർത്താവെന്നാണ് അറിയപ്പെടുന്നത്. O രക്തഗ്രൂപ്പ് സമ്പൂർണ്ണ ദാതാവ് എന്നും അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻസ്: ജൊഹാൻസൺ, ലൂയി പാസ്റ്റർ, ആൽബർട്ട് സാബിൻ, എഡ്വേർഡ് ജെന്നർ. ശരി ഉത്തരം ആൽബർട്ട് സാബിനാണ് പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ്: റോൺജൻ, ചരകൻ, കാൾ ലിനേയസ്, ജോൺ റേ. ശരി ഉത്തരം ജോൺ റേ ആണ് സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, ഇടിമിന്നലിലൂടെ ചെടികൾക്ക് ലഭിക്കുന്ന മൂലകം. ഓപ്ഷൻസ്: ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ. ശരി ഉത്തരം നൈട്രജൻ ആണ് ഇടിമിന്നലിലൂടെ ചെടികൾക്ക് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത് ആര്? ഓപ്ഷൻസ്: ക്രിസ്ത്യൻ ഷോൺബേ, ജോസഫ് ഫോറിയർ, നോർമൻ ബോർലോഗ്, കാൾ ഷീലെ. ശരി ഉത്തരം ജോസഫ് ഫോറിയർ ആണ് ഹരിതഗ്രഹ പ്രഭാവം കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, സംസ്ഥാന വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ്: അമ്പലമുകൾ, വെള്ളാനിക്കര, കണ്ണാറ, ആനക്കര. ശരി ഉത്തരം കണ്ണാറയിലാണ് സംസ്ഥാന വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജീവികളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം. ഓപ്ഷൻസ്: ഇക്കോളജി, മൈക്രോബയോളജി, അനിമോളജി, ഇത്തോളജി. ശരി ഉത്തരം ഇത്തോളജിയാണ് ജീവികളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം.